ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലം പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ നോക്കാം. പുഡിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ പല വെറൈറ്റി മാംഗോസ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മല്ലികയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റും പുഡിങ് ഉണ്ടാക്കിയ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. മാങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് ലാസ്റ്റ് ഇടാനും ബാക്കി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് 3.5 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി പാല് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടായിക്കൊണ്ടിരിക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കസ്റ്റാർഡ് ഒന്ന് കലക്കിയിട്ട് എടുക്കുക. അപ്പോൾ 2.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. വനില ഫ്ലേവറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫസ്റ്റ് ലെയർ ബ്രെഡാണ്. അപ്പം നമുക്കൊരു 7 ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ട്രേയിൽ ഒന്ന് ഷേപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു ലെയറിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ബ്രെഡ് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മിൽക്ക് മെയ്ഡ് തന്നെയാണ്. അപ്പോൾ അതിൽ 1/2 കപ്പ് ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബാക്കി 1/4 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക, അടിയിൽ പിടിക്കാതെ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് ചൂടാക്കിക്കൊണ്ടിരിക്കാൻ. പാല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കസ്റ്റാർഡ് കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം കസ്റ്റാർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാവണ്ട. നമ്മൾ ബ്രെഡിൽ ഒഴിച്ചു കൊടുക്കാണ്ടല്ലേ. എന്നിട്ട് നമ്മൾ ഇതാ ഇതിൻ്റെ മീതെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് ചൂടാറാനും പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. താഴത്തെ തട്ടിൽ വെച്ചാൽ മതി, ഫ്രീസറിലേക്ക് വെക്കണ്ട. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മാങ്ങ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പം ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മീതെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവുന്ന രീതിയിലൊന്ന് നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മീതെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കും. ഞാനിവിടെ പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കഴിക്കുമ്പോൾ ഇത് കൂടി ഒന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അത് ഒരു ലെയറിൻ്റെ മീതെ അതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റുക. നമുക്ക് അടുത്ത ലെയറിനുള്ളത് ചെയ്തെടുക്കുക. ഇനി ഫ്രഷ് ക്രീം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മാങ്ങ അരച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക.
കസ്റ്റാർഡ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നെക്സ്റ്റ് ലെയർ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രഷ് ക്രീം എടുക്കുക. 1 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മീതെ നമ്മൾ നേരത്തെ സൈഡ് കട്ട് ചെയ്ത് വെച്ചുള്ള ബ്രെഡിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഒരു 3-4 ബ്രെഡ് കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ലെയർ നമ്മൾ മീതെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ മാംഗോൻ്റെ ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ മീതെ ചോക്ലേറ്റിൻ്റെ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മറ്റേത് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് സെറ്റ് ആയതിനു ശേഷം, ഒരുപാട് അങ്ങ് സെറ്റ് ആവേണ്ട ആ ഒരു രീതിയിൽ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മീതെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മീതെ നമുക്ക് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് ഒരുപാട് അങ്ങ് സെറ്റ് ആവണ്ട. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ചോക്ലേറ്റിൻ്റെ ഇതിങ്ങനെ കാണണം. ആ രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ മീതെ മാങ്ങ നമ്മൾ നേരത്തെ പീസാക്കി വെച്ചിരുന്നല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പൾപ്പ് കൂടെ ഇങ്ങനെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പോലൊക്കെ ആക്കിയിട്ട് എടുക്കുക. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചൈന ഗ്രാസ് ഒക്കെ ചേർത്ത പോലെ ഒരുപാട് കട്ടിയായിട്ടൊന്നും കിട്ടൂല. കുറച്ചൊരു എന്താ പറയുക ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. എന്നിട്ടത് നമ്മളിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.